പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 5000-ലധികം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപേക്ഷിക്കാൻ വെറും 15 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇതിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണ്, എങ്ങനെ അപേക്ഷിക്കാം തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം. അതിനു മുമ്പ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്കും കരിയർ അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചത് ഫെബ്രുവരി 8-നാണ്. ഇതിൻ്റെ അവസാന തീയതി ഫെബ്രുവരി 24-നാണ്. ബാങ്ക് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതൊരു മികച്ച തുടക്കമായിരിക്കും. ഇതിന് ഓൺലൈൻ എഴുത്തു പരീക്ഷയും പ്രാദേശിക ഭാഷാ ടെസ്റ്റും ഉണ്ടായിരിക്കും. അപേക്ഷ നൽകാനായി PNBയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. കൂടാതെ അപേക്ഷകർക്ക് BFSI SSC പോർട്ടലിലൂടെയും അപേക്ഷ നൽകാവുന്നതാണ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ്. SC ST OBC വിഭാഗക്കാർക്ക് പതിവ് പോലെ പ്രായപരിധിയിൽ ഇളവുകൾ ലഭിക്കുന്നതാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അപ്രന്റീസ് തസ്തികയിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. 5100-ലധികം ഒഴിവുകളുണ്ട്. കേരളത്തിലും ഒഴിവുകളുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 12,300 രൂപ സ്റ്റൈപ്പൻഡായി ലഭിക്കും. ബാങ്കിംഗ് മേഖലയിൽ കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച തുടക്കമായിരിക്കും. ഓൺലൈൻ പരീക്ഷയുടെയും ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ്. കേരളത്തിലുള്ളവർക്ക് നന്നായി മലയാളം സംസാരിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം. അപേക്ഷ നൽകുന്നതിനായി PNBയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പേജ് സന്ദർശിക്കുക. കരിയേഴ്സ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ്സ് വിഭാഗത്തിൽ റിക്രൂട്ട്മെന്റ് ഫോർ അപ്രന്റീസസ് എന്ന ലിങ്ക് കണ്ടെത്തുക. അപേക്ഷാ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ നൽകി പുതിയ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. അടുത്ത ഘട്ടം ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വിഭാഗത്തിന് അനുസരിച്ചുള്ള അപേക്ഷാ ഫീസ്. ഉദാഹരണത്തിന് ജനറൽ അല്ലെങ്കിൽ OBC വിഭാഗത്തിന് 944 രൂപയാണ് ഓൺലൈനായി അടയ്ക്കേണ്ടത്. വിവരങ്ങൾ പരിശോധിച്ച ശേഷം അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഭാവി ആവശ്യങ്ങൾക്കായി അപേക്ഷാ ഫോമിൻ്റെ പ്രിൻ്റൗട്ട് കൂടി എടുത്ത് സൂക്ഷിക്കുക. 2026 മാർച്ചിൽ പരീക്ഷ നടക്കാൻ സാധ്യതയുണ്ട്. അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക.